ആ തങ്കച്ചൻ ചേട്ടോ, ആ ഒന്ന് നിന്നേ. എന്താ ഇത്ര ധൃതി? ഞാനൊന്നും കഴിച്ചില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്ക് ചൂള വരവൊന്ന് പോകണം. അവിടെ ആളില്ല. ആ അതെ, വള്ളംകളിയൊക്കെ വരെയല്ലേ, ഒരു 300 രൂപ തരൂ. അടുത്ത ആഴ്ച പറ്റു കിട്ടുമ്പോൾ അങ്ങ് തന്നേക്കാന്നേ. അല്ലേലും ഒരു കാര്യം ചെയ്യ്, ഈ തേങ്ങ മുഴുവനും അങ്ങ് എടുത്തു. ചെയർമാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഇപ്പം എൻ്റെ കയ്യിലില്ല. ഉണ്ടേലും തരത്തില്ല പിശുക്കൻ. അല്ല, എനിക്കറിയാൻ പാടില്ല, ഈ തലപോയ തെങ്ങിന്റെ മണ്ട കാണാൻ എന്തിനാണ് ആൾക്കാരെല്ലാം കൂടെ ആലപ്പുഴയ്ക്ക് വന്നിറങ്ങുന്നത്? നല്ല സ്ഥലമല്ലേ തങ്കച്ചേട്ടാ? ആ, നന്നാക്കായിരുന്നു. ആശാൻ ശരിക്കും ഈ ആടിലെ മേസ്തിരിയാണ്. ഈ ആടിലെ ആശാനും പണിക്കാരനും മുതലാളിയും ഒക്കെ ഞാൻ തന്നെയാ. ഈ സാധനം ബേപ്പൂരാ. ആശാനെന്ന് പറഞ്ഞാൽ ശരിക്കും ആശാൻ അല്ലേ? ആശാന് രാഘവൻ ആശാൻ എൻ്റെ സ്വന്തം ആശാനാ. 15-ാം വയസ്സിൽ ഇവിടുത്തെ ആശാരിമാരോടൊപ്പം വീട് പണിക്കായിട്ട് ബേപ്പൂര് പോയതാ ഞാൻ. പിന്നെ അവിടെ അങ്ങ് കൂടി. ആശാൻ ഇങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട. ആശാന്റെ ഉളി കൊണ്ട് പണിത ഒരുപാട് ഉരുക്കൾ ഇപ്പോഴും 7 കടലിൽ ഓടി കളിക്കണേന്ന്. എന്നിട്ട് ആശാൻ നമ്മളെ സഹായിച്ചില്ലല്ലോ. ആര് പറഞ്ഞു സഹായിക്കുന്നില്ലെന്ന്? സഹായിക്കുന്ന കണ്ടില്ലേ? ആശാൻ എന്നെ ഒരുപാട് ഇഷ്ടാ. ഈ വീടും നാടെല്ലാം ഉപേക്ഷിച്ച് ചെന്നിരിക്കല്ലേ ബോട്ട് പണി പഠിക്കാൻ. പഠിപ്പിച്ചു. 15 വർഷം കൊണ്ട് ചെറിയ ചെറിയ വഞ്ചികൾ മുതൽ വലിയ ഉരുക്കൾ വരെ ഉണ്ടാക്കാൻ പഠിച്ചു. തിരിച്ച് ആലപ്പുഴയ്ക്ക് വന്നിട്ടും ഇപ്പോഴും ബേപ്പൂരും ബേപ്പൂരുകാരും എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ബേപ്പൂരൊന്ന് പോകും. ഒരു വരവിന് തിരിച്ചു വന്നപ്പോൾ ആശാനം കൂട്ടിയങ്ങ് പോകുന്നു. അപ്പോഴത്തേക്കും വയസ്സായില്ലേ അല്ലേ ആശാനെ? അതെ,